അസ്സലാമു വറഹ്മത്തുള്ള. എല്ലാ ദീനി സഹോദരങ്ങളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. ഈ പരിശുദ്ധമാക്കപ്പെട്ട റംസാൻ മാസത്തിൻ്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് പടച്ച റബ്ബ് എല്ലാവർക്കും പ്രതിഫലം തരും. എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. പടച്ച റബ്ബിൻ്റെ അകത്ത് പുണ്യം കിട്ടും. എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും. ദീനിനെ മൂന്ന് ഭാഗമാക്കി ബാധിച്ചു. അതിൽ രണ്ട് ഭാഗവും നീ കല്യാണം കഴിക്കലോടുകൂടി സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ആകെ ഒരു ഭാഗം മാത്രം ശ്രദ്ധിച്ചാൽ മതി. കല്യാണം കഴിഞ്ഞവർക്ക് ദീനിന്റെ ഒരു ഭാഗം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്റെ ഇന്നാലിന്ന മകളെ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തന്നു. നിങ്ങൾ കല്യാണം കഴിച്ചു തന്നതിനെ ഞാൻ സ്വീകരിച്ചു എന്ന് പറയുന്നതോടുകൂടെ നിങ്ങളുടെ ദീനിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. 75-60% നിങ്ങളുടെ ദീൻ സംരക്ഷിക്കപ്പെട്ടു. പിന്നെ ആകെ 40% ഉള്ളൂ. ആ 40% നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് സ്വർഗത്തിലെത്താം. എന്നാ കല്യാണം കഴിക്കാത്തവരോ 100% ശ്രദ്ധിക്കണം. ഇടത് ഭാഗവും ശ്രദ്ധിക്കണം, മുൻഭാഗവും ശ്രദ്ധിക്കണം, വലത് ഭാഗവും ശ്രദ്ധിക്കണം, പിൻഭാഗം ശ്രദ്ധിക്കണം. അവന്റെ ജീവിതത്തിന്റെ 4 ഭാഗങ്ങളിലും അവൻ വളരെ ശ്രദ്ധയോടെ ജീവിച്ചാലേ വളരെ ദീനിൽ അധിഷ്ഠിതമായ ജീവിതം അവന് നയിക്കാൻ പറ്റുള്ളൂ. കല്യാണം കഴിക്കാത്തവൻ എങ്ങനെയാണ്? അവന് 4 ഭാഗവും ശ്രദ്ധിക്കേണ്ടി വരും. കാരണം 100% അവൻ സംരക്ഷിക്കേണ്ടതുണ്ട്. കല്യാണം കഴിച്ചാൽ 100-70 സംരക്ഷിക്കപ്പെട്ടു. പിന്നെ 30 ഭാഗം മാത്രമാണ് അവൻ സംരക്ഷിക്കേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. അക്കാഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. യാ റസൂലല്ലാഹ്, നബി തങ്ങളോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചത്, യാ അക്കാഫ് ഹൽ ലക സൗജ, നിനക്കൊരു ഭാര്യയുണ്ടോ? നീ കല്യാണം കഴിച്ചിട്ടുണ്ടോ അക്കാഫേ? ഇല്ല നബിയെ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്റെ കല്യാണം കഴിക്കാത്തത് കാശില്ലേ, പൈസയില്ലേ, സെറ്റിൽ ആയിട്ടില്ലേ, ജോലിയില്ലേ? അപ്പോഴാണ് അക്കാഫ് പറയുന്നത്, അല്ല നബിയേ, എന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട് നബിയേ. വഅന മൂസിറും ബിഖൈർ, എന്റെ കയ്യിൽ കാശുണ്ട് നബിയേ, ഞാൻ മുതലാളിയാണ്. പിന്നെ എന്തേ നീ കല്യാണം കഴിക്കാത്തത്? അല്ല നബി, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നീ പിശാചിന്റെ ചങ്ങാതിയാണ്. കല്യാണം കഴിക്കാനുള്ള ആരോഗ്യമുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്, എന്നിട്ടും കല്യാണം കഴിക്കാത്ത നീ പിശാചിന്റെ ചങ്ങാതിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിന്റെ ചങ്ങാതിമാരും പിശാചാണ്, പിശാചിന്റെ ചങ്ങാതിയാണ് നീ. എന്നിട്ട് പറഞ്ഞു,